മുഅ്മിനീങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് നല്ല നല്ല പേരുള്ള പടച്ചോനായ അള്ളാഹു. ആ അള്ളാഹിനെ നമ്മൾ വിളിച്ചോണ്ടേയിരിക്കണം. പടച്ചോനേന്ന് വിളിക്കുന്നതിനെക്കാട്ടി നല്ലത് റബ്ബേന്ന് വിളിക്കലാണ്. അള്ളാന്ന് വിളിക്കലാണ് പടച്ചോന് ഇഷ്ടം. പടച്ചോനെ, റബ്ബെ, തമ്പുരാനെ എന്നൊക്കെ വിളിക്കുന്നത് കൊണ്ട് തെറ്റ് എന്നൊന്നുമല്ലെങ്കിലും അദബും ബഹുമാനവും റബ്ബിന് ഇഷ്ടവും അങ്ങനെയാണ്. റബ്ബനാ ആതിനാ, റബ്ബനാ ഹബ് ലനാ, റബ്ബനാ അത്മിം ലനാ. റബ്ബേന്ന് വിളിക്കൽ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹുവേന്ന് വിളിക്കൽ അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് അള്ളാഹിനെ വിളിച്ചുകൊണ്ടേയിരിക്കുക, എന്നാൽ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലും ഭക്ഷണം കഴിക്കുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴൊക്കെ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക. ആ ദിക്ർ നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോവുക. ദിക്ർ ഒമന്നാകുന്ന ദിക്രി, അവിടെ തഫ്സീറിൽ നിസ്കാരാണെന്ന് മറ്റൊക്കെ പറഞ്ഞു. ഏതുമാകട്ടെ, റബ്ബുമായി ബന്ധപ്പെട്ട ദിക്റുകൾ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഓർമ്മ നമുക്കെപ്പോഴും വേണം. കുടുംബജീവിതത്തിലും വേണം, കച്ചവടത്തിലും വേണം, റമളാനിലും വേണം, ഉസ്താദിനോടും വേണം, തങ്ങളോടും വേണം. എല്ലാ ഇടങ്ങളിലും റബ്ബുൽ ഇസ്സത്തിന്റെ ഓർമ്മ ഉണ്ടാകണം. അള്ളാഹിന്റെ ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ആ ഓർമ്മ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ദ്വാരക്കുമ്പോ അല്ലേ, ജുമാ കഴിഞ്ഞ് ദ്വാരക്കുമ്പോ 2 കൈ മടിന്റെ മീത്ത വെക്കുന്നത്. എന്നിട്ട് ഈ മടിന്റെ മുകളിൽ വെക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. കൈ ഉയർത്തിപ്പിടിക്കണം. കൈ ഉയർത്തിപ്പിടിച്ച് അദബോടുകൂടെ ആമീൻ ചൊല്ലണം. ദ്വാരക്കുമ്പോ നല്ല അദ്ദുആഉൽ ഇബാദ, ദുആയാണ് ഇബാദത്ത്. അദ്ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്തിന്റെ മർമ്മമാണ്, മജ്ജയാണ് ദുആ. അപ്പോ നമ്മൾ അള്ളാഹുവിനോട് ദ്വാരക്കണം. ഉമ്മാക്ക് ഉപ്പാക്ക് ദ്വാരക്കണം. ഉമ്മാക്കും ഉപ്പാക്കും ദ്വാരക്കാത്തവന് ദാരിദ്ര്യം വരുന്നതാണ്. ദരിദ്രം പിടിക്കും, ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല. എല്ലാ ദ്വാലും ഉമ്മാനെ ഉപ്പാനെ കൂട്ടണം. ജീവിച്ചിരിപ്പുള്ള ഉമ്മാനെയും കൂട്ടണം, മരിച്ച ഉമ്മാനെ ഉപ്പാനെല്ലാം കൂട്ടണം. ചില ആൾ അങ്ങനെ ഉണ്ട്, മരിച്ച പിന്നെ 40, 80, 160 എല്ലാം ആക്കണ്ടെന്നെല്ലാം ആക്കണം. ആക്കിയും വേണം മൗലിദ് ഓതണം, ഹദീസ് ഓതണം. ഓതിയിട്ട് കൊടുക്കുമ്പോൾ നല്ല സദക്കായും കൊടുക്കണം. ചുറ്റിട്ട് ഗംട്ടപ്പിട്ട നോട്ടിനെ ചുറ്റിട്ട് ബർക്കത്തിന് കീസ കെട്ടിട്ട് അളക്കുന്നല്ല, കൊടുക്കുന്നെങ്കിൽ നല്ലത് കൊടുക്കണം, എല്ലാം കൊടുക്കാതിരിക്കണം. അപ്പൊ അള്ളാഹു ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇനി ഞങ്ങൾക്ക് തരാൻ വേണ്ടി ചെല്ലല്ലോ ഉസ്താദിനെ ഓതിട്ട്. ചില ആൾ അങ്ങനെ ഉണ്ട്, ഓതിട്ട് ചുറ്റിട്ട് ഈ കൈ മുസാഫയത്ത്, വയലിന് പോയത്തല്ല മുസാഫയത്താക്കുമ്പോൾ ചുറ്റിട്ട് പിടിച്ചോണ്ട് വരുന്നത്. അപ്പൊ ഞമ്മന്നിരിക്കണില്ല 500 4 നോട്ടുണ്ടോന്ന് ബണ്ണ വന്നിട്ട് വരച്ചിട്ട് പോന്നെ കയ്യിൽ. അങ്ങനെ ബണ്ണ കാല്. അപ്പൊ ഈ കാല് കയ്യാകുമ്പോൾ ഇങ്ങനെ പിടിക്കണോ? ഞാൻ കൈ ഇങ്ങനെ പിടിച്ചോണ്ട് വന്നങ്ങനെ ഡോങ്കിയില്ല. അപ്പൊ ദ്വാരക്കും ഞമ്മ എന്താക്കാം, ഉമ്മാക്ക് ദ്വാരക്ക, ഉപ്പാക്ക് ദ്വാരക്ക, നല്ല ഭാര്യ കിട്ടാൻ, നല്ല ഭർത്താവ് കിട്ടാൻ ദ്വാരക്ക. എന്നിട്ട് കുടുംബജീവിതത്തിൽ സ്വാലിഹത്തായ പെണ്ണിന്റെ ലക്ഷണം എല്ലാം പറഞ്ഞ്, സ്വാലിഹ ഫളുഫർ വിദാത്തിദ്ദീൻ, നല്ല പെണ്ണ് കെട്ടണമെന്ന് വേളും പറഞ്ഞു. വേലെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു ബാലക്കാരൻ ചെല്ലി, നല്ല ഉസ്താദ് അല്ലാത്തോ എങ്ങനത്തെ ഒരു പെണ്ണൊന്ന് സെറ്റാവും ദ്വാരക്കുന്നു. അവന് സ്വാലിഹത്തല്ലെങ്കോ ആവും, എങ്ങനത്തെ കാരണം പെണ്ണില്ല. ഉള്ള പെണ്ണെല്ലാം ഇൻസ്റ്റാഗ്രാമണും ഗീത്ത എല്ലാം ഇതിലുണ്ടോ പുറത്തില്ല. മര്യാദയ്ക്ക് പോയിട്ട് കെട്ടുന്നവന് പെണ്ണില്ല. അള്ളാഹു റഹ്മത്തും റാഹത്തും നൽകട്ടെ. കിട്ടുന്ന പെണ്ണ് സ്വാലിഹത്താവാൻ ദ്വാരക്കുക, കിട്ടുന്ന പുതിയാപ്പിളെ സ്വാലിഹായ പുതിയാപ്പിളയാവാൻ ദ്വാരക്കുക, മക്കള് സ്വാലിഹീങ്ങളായ മക്കളാകാൻ ദ്വാരക്കുക. ദുആഉം ദിക്റും ധാരാളം വർദ്ധിപ്പിക്കുക. ദുആനെ പോലത്തെ വേറൊരു ഇബാദത്തില്ല. പടച്ചോന് ദുആ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ദ്വാരുന്നിട്ട് ഇങ്ങനെ കരയണം. കരച്ചൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കരയണം, അല്ലേ? റീൽസ് നോക്കിയിട്ട് കരയുന്നു, കഥ കേട്ടിട്ട് മറ്റേ സിനിമയെല്ലാം കണ്ടിട്ട് കരഞ്ഞോണ്ടായി. കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചെങ്കിൽ കരയുന്നു. അള്ളാന്റെ മുന്നിൽ കൈ നീട്ടിയിട്ട് പടച്ചോനോട് ഒന്ന് കരഞ്ഞിട്ട് ദ്വാരക്കാൻ കഴിയാണ്, അല്ലേ? പണ്ട് മംഗളത്തിന്റെ അപ്പായങ്ങ് പുതുനാട്ടിനുള്ള കരഞ്ഞോണ്ടായി. ഇപ്പൊ കരഞ്ഞാ പുതിയ അപ്പണ്ണ ബലിച്ചോണ്ടേ പോന്നെ പുതുനാട്ടി. ഇവിടെ സബൂറൊന്നുമില്ല ചില. അപ്പൊ ഈ അവസ്ഥ അങ്ങനെയല്ല, എല്ലാത്തിനും ഒരു സിസ്റ്റം വെട്ടിക്കൊണ്ടു. അപ്പൊ ഇതിൻ്റെ അടുത്ത് ഒറ്റയോട് കേട്ട് നീ എന്താ കരയുന്നില്ല? ഓള് 8 കൊല്ലായി ഓനെ ഞാൻ സ്നേഹിച്ചോണ്ടേന് കരയുന്ന നടക്കുമെന്ന്. അങ്ങനെ 8 കൊല്ലത്തെ പ്രയത്നമാക്കി ഇത് കിട്ടിയിട്ടാകുമ്പോൾ കരയുന്നതിൻ്റെ ഇനിന്ന്. അപ്പൊ അങ്ങനെ അല്ലേ, അങ്ങനെ ആണെങ്കിലും ഉണ്ടല്ലോ ഒരു വണ്ണെങ്കിൽ ഒരു കരച്ചല്. ഏതാണെങ്കിലും കരയുക, അത് ട്രീറ്റ്മെന്റ് ഉണ്ട്. കരയുന്നത് കൊണ്ട് വലിയ ഗുണങ്ങളുണ്ട്. ഹാർട്ടിന്റെ ഹെൽത്ത്, കണ്ണുനീര് പോയെങ്കിൽ ഹാർട്ടിന്റെയും ബ്രെയിൻ്റെയും ഹെൽത്ത് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതാണ്, അല്ല ആരോഗ്യം കൂടി വരുന്നതാണ്. കരയണം. അള്ളാന്റെ എതിർക്ക് കൈ പൊട്ടിട്ട് ഹാർട്ട് ശരിയാവിട്ടിട്ട് കരയണ്ട. അള്ളാട് മാപ്പ് കേട്ടിട്ട് തൗബ ചെയ്തിട്ട് കരയണം. അങ്ങനെയാണ് കരയേണ്ടത്.
അപ്പൊ അള്ളാഹിന്റെ മുന്നിൽ ഇപ്പൊ കരയാനുള്ള മാസമാണ് റമളാന് വരാൻ പോകുന്നത്, ശഅബാന് വരാൻ പോകുന്നത്. നല്ലോണം കരയാം. കരഞ്ഞിട്ടില്ലേ, ചില ആൾ കരയും. ഉമ്മ വെച്ചിട്ടാകുമ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്നിട്ട് കരയും. ഹയാത്ത് കാലത്തിട്ട് ഒരു 100 ഊറി വിളിച്ചപ്പോ ഉമ്മാക്ക് ഉത്തരം നൽകിയിട്ടില്ല, ഉപ്പാക്ക് ഉത്തരം നൽകിയിട്ടില്ല അല്ലേ. 40ൻ്റെ അന്ന് പായസാക്കും, ഉപ്പാക്ക് പായസം ഇഷ്ടമെന്ന്. ഹയാത്ത് കാലത്ത് ഒരു പായസാക്കിയിട്ട് കൊടുത്തിന്, അയാൾക്ക് കൊടുത്തിട്ടില്ല. ഉപ്പ ഹയാത്തിലുണ്ടാകുമ്പോ പായസം കൊടുത്തിട്ടില്ല. അയാൾക്ക് ആശ ഉണ്ടായി കുറച്ച് ലൈറ്റ് ഷുഗർ ഇട്ടിട്ട് കൊടുക്കാൻ. വേണ്ട ഉപ്പാക്ക് അതാന്നില്ല എന്ന്. അയാൾക്ക് 110 കയറുന്നു. ഈ മംഗളത്തിന്റെ അടുത്ത് ബണ്ണ കിട്ടുന്ന പായസത്തിന് കുടിക്കാൻ അളക്കുന്നില്ലല്ലേ. എപ്പെങ്കിലും ഒരാശ അങ്ങനെ പോയങ്ങ് പോട്ട് ആയുസ് തീരുമാനം മരിക്കുന്നില്ലേ? അല്ല, അങ്ങനല്ലേ. നമ്മൾ കൂടുതലായി ഉപ്പാനും ഉമ്മാനെ കൺട്രോൾ ചെയ്യാനും പാടില്ല. അവർക്ക് സ്നേഹം കൊടുക്കുക, ദ്വാരക്കുക. ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ എത്ര ദ്വാരക്കുന്നു അത്ര റഹ്മത്തും ബറക്കത്തും അല്ലാഹു. ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തുണ്ടെങ്കിൽ അള്ളാന്റെ പൊരുത്തുണ്ട്. ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങളോട് ബേജാറുണ്ട്, വിഷമുണ്ട്, സങ്കടമുണ്ട്. എന്നാൽ അള്ളാഹ്ക്ക് നിങ്ങളോട് സങ്കടമുണ്ട്, ബേജാറുണ്ട്. റബ്ബ് നിങ്ങളോട് കോപത്തിലാണ്. ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ ചെയ്യുന്ന നിയമത്ത് പോലെ ഒരു നിയമത്തും ലോകത്തില്ല. അതറിയണമെങ്കിൽ ഉമ്മ മരിക്കണം, ഉപ്പ മരിക്കണം. മരിച്ച പിന്നെ യാ റബ്ബേ ഉമ്മ ഉണ്ടായിനെങ്കാവട്ടി, ഉപ്പ ഉണ്ടായിനെങ്കാവട്ടി എന്നൊക്കെയുള്ള തോന്നൽ വരും. അതുകൊണ്ടൊരു കാര്യവുമില്ല. ഹയാത്ത് കാലത്ത് ഉമ്മാനെ ഉപ്പാനല്ലോ അല്ലേ. സക്കറാത്ത് ഭരിക്കുമ്പോൾ മക്ക വരുന്ന പാഞ്ഞുണ്ടു. ഉപ്പാക്ക് ബായിക്ക് വെള്ളം ഒഴിക്കാനും വീടുണ്ടാ, കുന്തൂറിലുണ്ട്. അങ്ങനെ മരിക്കാൻ കിടക്കുന്നവരെ ബായിക്ക് വെള്ളം ഒഴിക്കുന്നേ ഇല്ലേ? മരിക്കാൻ കിടന്നവർക്കും വെള്ളം കൊടുക്കല്ലേ? കൊടുക്കില്ല. സക്കറാത്തിൽ കിടക്കുന്നൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ? കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നു. ഞാൻ കേട്ടത് കുന്തൂർ നല്ല നാട്ടുകാരനാണ് ഉസ്താദ് എപ്പോഴും പറയല്. മരിക്കാൻ കിടക്കുന്നാക്കും വെള്ളം കൊടുക്കണം, ഹയാത്തുള്ളാക്കും വെള്ളം കൊടുക്കണം. അപ്പൊ മരിക്കാൻ കൊടുക്കുക ആ സമയത്തുണ്ട് ഓരോരുത്തൻ വന്നിട്ട് പാഞ്ഞുകൊണ്ട് വന്നിട്ട് ഒഴിക്കുന്നു അല്ലേ. ഒരുത്തൻ തേനും, ഒരുത്തൻ സംസമും, ഒരുത്തൻ തണ്ണി, ഉപ്പാക്ക് ഇഷ്ടം എന്നിട്ട് എല്ലാം ഒഴിക്കുന്നു. അപ്പോ കിടക്കത്തിൽ പോയപ്പോ വായിൽ വെളുത്തിട്ട് വന്നോണ്ടോ ഒരുത്തൻ ചെല്ലി ഇത് വതളെ വന്നോണ്ട് അയാൾ ഉറങ്ങിനായിട്ടിരിക്കണമെന്ന്, മരിച്ചിട്ടിരിക്കലാന്ന്. മരിച്ചല്ലേ ഈ സക്കറാത്തിനാകുമ്പോൾ ഈ മാതിരി മക്ക എല്ലാം കൊടുത്തിട്ട് ഒഴിച്ചങ്ങ് പോകുന്ന എവിടെ തൊണ്ടയിലെ കീയണ്ടേ തായോട്ട് സക്കറാത്തിന്റെ നമ്പലത്തില്. അപ്പൊ ഒഴിച്ചത് കൊണ്ടായില്ല. ഹയാത്തുണ്ടാക്കുന്ന ഉമ്മക്ക് ഉപ്പക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. അത് സ്വന്തം ഉമ്മാക്കും ഉപ്പാക്കും അങ്ങനെയാണ്, ഭർത്താവിന്റെ ഉമ്മാക്കും ഉപ്പാക്കും അങ്ങനെയാണ്. ഉമ്മാവും മക്കളും ശ്രദ്ധിക്കണം, ഉമ്മാരും ശ്രദ്ധിക്കണം. വയസ്സുള്ള ഉമ്മാരിലുണ്ടാവും. സ്വന്തം മക്കളോട് യാറ വിരിസ, മോന്റെ ഓളോട് അത്ര കണ്ടങ്ങാന്നില്ല. മോന്റെ ഓള് ഇപ്പൊ ഗർഭിണിയായെങ്കിൽ നീ മാത്രയാ ഒന്ന് പെറ്റിന് അല്ലേ, നിക്ക് മാത്രമ്മ നന്നായിട്ടില്ലേ, 8 വെത്തിട്ടില്ലേ അല്ലേ, ഇങ്ങനെ പറയുന്നു. മോള് ഗർഭിണിയായെങ്കിൽ നീ റെസ്റ്റ് എടുക്കണോ, നീ ഒട്ടാശ അവിടെ സ്വറലാക്കണ്ട. അവിടെ മോളെ ഭർത്താവിന്റെ പേരിൽ സ്വറാക്കാൻ കഴിയല്ല, പണിയെടുക്കാൻ കഴിയല്ല. കാരണം ഓള് പ്രഗ്നന്റ്, ഒക്കെ റെസ്റ്റ് വേണം. പിന്നെ മോന്റെ പെഞ്ഞായി ഔത്തുണ്ട്, ഓള് പ്രഗ്നന്റ്, സെയിം അങ്ങനെ തന്നെ പ്രഗ്നന്റ് ഓളും ആയെങ്കില്ല, ഓക്ക് റെസ്റ്റ് ഇല്ല. ഈ ഭേദഭാവ നമ്മളെ കുടുംബത്തിന്റെ ഇടയിൽ അത് ഉമ്മമാര് ശ്രദ്ധിക്കണം. അല്ല പിന്നെ എന്ത് വയല് പറഞ്ഞെങ്കിലും യാറെ പിരിച്ച പെണ്ണ് മക്കളെ മക്ക അങ്ങനെയാണത്. ഉമ്മാറെ പോക്ക് അങ്ങനെയാണ്. ഉപ്പാർക്ക് പിന്നെ വില അങ്ങനത്തെ ഈനെന്ത് വില യാറ ടെൻഷൻ എടുക്കുക പുരുഷത്തില്ല. എല്ലാ പുള്ളി ചല്ലി എല്ലാം ഒന്നെ മക്ക മരമൊക്കെ എല്ലാം നാരങ്ങും സമ. ഉപ്പാറ് പിന്നെ വലിയ കുറച്ചൊക്കെ എണ്ണി ഓർക്കൊന്നുണ്ടു. മറുമോളെ നല്ലാക്കിങ്കെ കറക്റ്റ് ചായ ഇതെല്ലാം കിട്ടണമെങ്കിൽ മോളെ പിരിസാക്കിയിട്ട് ഗുണമില്ല ഇപ്പ. അപ്പൊ ഉപ്പാറ് നല്ല മക്കളൊക്കെ കുടിയൊന്ന് പഞ്ചായത്തികളിലായപ്പോ മർമോള് അബ്ബടെ കാല് വേണേ കളിക്ക് തണ്ണി കുടിക്കുക. അയിമ തട്ട തീരാന്ന് എയ്മ ഇവണ്ട് ഉമ്മ ഈ മാമി മർമോള് വന്ന് ഗലാട്ടാണ്. ഉപ്പാക്ക് പിന്നെ അഡ്ജസ്റ്റ് ആയോണ്ട് പോന്നു പാപ്പ. അയാൾ പിന്നെ ആർക്കും വേണ്ടാത്ത ആള്. പിന്നെ മരുമോള് ഇരിക്കട്ട് വയസ്സായി പിന്നെ പെഞ്ഞയ്ക്കും വേണ്ട ഈ കളവനെ. അങ്ങനെയാണ് മക്കൾക്കും വേണ്ട. പിന്നെന്താക്കുന്നത് മർമോളും നല്ല ഇരിക്കട്ടെ, ഒരു ചായ കിട്ടുമല്ലേ എന്തല്ലേ. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. സ്വന്തം മക്ക സ്വന്തം മകൾ, സ്വന്തം മകൻ, സ്വന്തം മരുമകൾ, സ്വന്തം മരുമകൻ, ആ ഒരു ഭേദഭാവ ഉമ്മാന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം. ഈദിലു ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നിങ്ങൾ നീതി പാലിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു റഹ്മത്തും റാഹത്തും ചെയ്യട്ടെ. നമ്മൾ ഉമ്മാക്കും ഉപ്പാക്കും ദ്വാരക്കാത്തൊരു ദ്വായും ഉണ്ടാകാൻ പാടില്ല. അറിയുന്ന പോലെ ദ്വാരക്കണം. ഉമ്മാക്കും ഉപ്പാക്കും ദ്വാരക്കണം, മക്കൾക്ക് ദ്വാരക്കണം. ലാ തദുഅ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ ദ്വാരക്കാൻ പാടില്ല. ദുആ വലിയ ആയുധമാണ്, ദുആ വലിയ സംഭവമാണ്. അള്ളാഹുടെ ദ്വാരക്കണം മക്കൾക്കെതിരായിട്ട്. ഇതെന്ത് മുസീബത്ത് പിടിച്ച മക്ക, ഹലാക്ക് പിടിച്ച മക്ക, മണ്ണ് തിണ്ടു പോകും.
അങ്ങനെയല്ല അല്ലേ? ശാപം വെക്കുന്ന വാക്കുകൾ ഉമ്മാന്റെ ഭാഗത്തുനിന്ന് അബ്ബ പിന്നെ അങ്ങനെ ശാപം വെക്കാൻ പോകില്ല. ജാസ്തി പെണ്ണുങ്ങളാണ് ശാപവാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ പിന്നെ മക്കൾക്ക് തന്നെ ഗളട്ടാണ് മൊബൈൽ ഫോണുക്കും അല്ലേ? ഇത് മക്കളെ MB കാലിയാക്കിയ ഉമ്മക്ക് പിന്നെ ഇതുണ്ട്, നെറ്റുണ്ട. ഉമ്മക്ക് നെറ്റില്ല, അരസതുറക, ഇത് പിന്നെ ഗലാട്ട. ഏതുവാകട്ടെ, ഉമ്മയും മക്കളും തമ്മിലുള്ള ജീവിതം, ഉപ്പയും മക്കളും തമ്മിലുള്ള ജീവിതം. ഒരു ഉമ്മയോ ഒരു ഉപ്പയോ മക്കൾക്ക് വേണ്ടി നല്ലത് ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ ഇടയിൽ മറയില്ല. ഒരു ഉമ്മയോ ഉപ്പയോ മക്കൾക്കെതിരെ ശപിച്ചാൽ അതിന്റെ ഇടയിലും മറയില്ല. അത് അല്ലാഹു സ്വീകരിക്കുകയാണ്, അല്ലാഹു കബൂലാക്കുകയാണ്. അതുകൊണ്ട് മക്കൾക്ക് ശാപം വെക്കാൻ പാടില്ല, മക്കളെ ശപിച്ചു പോകാൻ പാടില്ല. നാം മരിച്ചകൻ എൻ്റെ മയ്യത്ത് നോക്കതീറാന്ന് പറയാൻ പാടില്ല, അവന് ഹലാക്കായിട്ട് പോകുമെന്ന് പറയാൻ പാടില്ല. ഒരു ഉമ്മയും ഒരു ഉപ്പയും മക്കൾക്കെതിരെ ശപിച്ചു പോകണ്ട. അങ്ങനെ ശപിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല, റബ്ബിന് പൊരുത്തമല്ല. ശപിക്കരുത്, മക്കളെ നല്ല ആരെയും ശപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. ഒരാളോടും വെറുപ്പില്ലാത്ത ഖൽബ് അല്ലാഹുവേ ഞങ്ങളെ നീ അങ്ങനെ ആക്കണം. അല്ലാഹ് മുഅ്മിനീങ്ങളെ, നമുക്ക് നല്ല റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. കൺകുളിർമയാകുന്ന മക്കൾ, സുബഹിക്ക് എണീക്കുമ്പോ തഹജ്ജുദ് നിസ്കരിക്കുന്ന മക്കൾ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭാര്യ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭർത്താവ്, ഇതിങ്ങനെ കാണലാണ് സന്തോഷം. അതുകൊണ്ട് അല്ലാഹുവിനോട് അങ്ങനെ ദുആ ചെയ്യണം. സ്വാലിഹീങ്ങളായ മക്കളെ കിട്ടാൻ ദുആ ചെയ്യണം, മക്കളിൽ സന്തോഷമുണ്ടാകാൻ ദുആ ചെയ്യണം, എല്ലാവർക്കും നന്മയുണ്ടാകാൻ ദ്വാരക്കണം. നീ ആളുകൾക്ക് വേണ്ടി നന്മക്ക് ദുആ ചെയ്താൽ അല്ലാഹു നിനക്ക് നന്മ ചെയ്യുന്നു, റഹ്മത്ത് ചെയ്യുന്നു, ബറക്കത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ദുആ ധാരാളം ചെയ്യണം, നല്ലോണം ദ്വാരക്കണം. ആ ദ്വാരക്കുന്ന ദുആകൾ പോലും നല്ല ദ്വാകളാകണം. ശാപത്തിന്റെ ദ്വാകളാവരുത്, നാശത്തിന്റെ ദ്വാകളാവരുത്, ഒരാളും തോറ്റുപോകാനുള്ള ദ്വയാവരുത്. നല്ലോണം ഉമ്മക്കും ഉപ്പക്കും ദ്വാരക്കണം. ഭർത്താവിന് ഒരു വക്തും ദ്വാരക്കാത്ത ഭാര്യ ഉണ്ടാവരുത്, ഭാര്യയുടെ ആരോഗ്യത്തിന് ദ്വാരക്കാത്ത ഭർത്താവ് ഉണ്ടാകരുത്. വല്ലബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. പിന്നൊന്ന് കുടുംബജീവിതത്തിൽ കിട്ടിയത് കൊണ്ട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. കിട്ടിയത് കൊണ്ട് പൊരുത്തപ്പെടുക. എന്താണോ കിട്ടുന്നത് കിട്ടിയത് കൊണ്ട് പൊരുത്തപ്പെടുക. അങ്ങനല്ലേ വേണ്ടത്. നമുക്ക് എന്താണ് കിട്ടല്? അള്ളാഹു ഖദറാക്കിയത് കിട്ടും. ആ കിട്ടിയത് കൊണ്ട് പൊരുത്തപ്പെടുക. നമ്മൾ ആട്ടുപൊട്ട് ബസ്സിൽ കയറിയിട്ടിരുന്നിട്ട് അത് പാസ്സാകുമ്പോൾ ഉണ്ടാവും ഐറാവത്തെ വരുന്ന അപ്പുറത്തേലെ മടിക്കേരിക്ക് പോകാൻ. അതങ്ങനെ തന്നെയാണ് ഉണ്ടാവല് അല്ലേ? പൊതു നോക്കുമ്പോൾ ഓടെ പൊതുവാന്നില്ല. അങ്ങനെ പോയിട്ട് നോക്കിയിട്ട് റിങ്ക് വെച്ചിട്ട് വന്നു. പിറ്റേന്ന് ജാവുണ്ട്, ചെന്നു രാജാര മോളുണ്ട്, ഭാര്യ നല്ല പെണ്ണ്, നല്ല ദീന്, നല്ല തോട്ട, നല്ല കൃഷിയുണ്ട്, കണുങ്കുണ്ട്, തെങ്ങുണ്ട്. എപ്പ അന്ന് ജാവും വരുന്ന മുന്നേ ജാവ് വന്നിനെങ്കിൽ അപ്പുറം അന്ന് ആക്കാൻ എന്താക്കുന്നു. അതങ്ങനെ തന്നെയാണ്, ഖദറാക്കിയതാണ് ആവല്. ആണിന് ആണാണ്, പെണ്ണിന് പെണ്ണ. എങ്ങനെയാണെങ്കിലും ഭാര്യ, ഭർത്താവ്, മക്കള്, വീട്, പറമ്പ്, സ്വത്ത്, കാറ്, അള്ളാഹു ഖദറാക്കിയത് നമുക്ക് കിട്ടും. അത് എന്താണ് ഖദറാക്കിയത് നമുക്കറിയില്ല, ഖദറാക്കിയത് കിട്ടും. കിട്ടിയാല് പൊരുത്തപ്പെട്ടിട്ട് അങ്ങനെ പോകാം. സാലിഹത്തായ പെണ്ണിനെ കിട്ടണേ അള്ളാഹ് ദ്വാരക്കുമ്പോ വയസ്സന്മാരെല്ലാം ആമിയാക്കുന്നു. അപ്പൊ ഓർക്കുണ്ടാവും ചെറിയൊരു ആശ അവിടെ കിട്ടിങ്ങാവുന്ന. പണ്ടത്തെ സാലിഹത്തായിട്ടില്ല, എന്നൊന്നും സാലിഹത്തായ കിട്ടിയെങ്കിൽ എന്താക്കുന്ന. കെട്ടാത്തവർക്ക് പെണ്ണില്ലാത്ത കാലം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഈ കിട്ടുന്നത് മക്കളാണോ, സ്വത്താണോ, കാറാണോ, വീടാണോ, റബ്ബ് തആല തരുന്നത് കൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെട്ട. അള്ളാഹു ഓരോരുത്തർക്ക് എന്താണ് കണക്കാക്കിയത് നമുക്കറിയില്ലല്ലോ. കണക്കാക്കിയത് കൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെട്ടാൽ നാളെ മഹ്ശറയിലേക്ക് എത്തുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വർണത്തിന്റെ കിരീടം തന്നുകൊണ്ട് ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് അല്ലാഹു അയക്കുകയാണ്. കാരണം അള്ളാഹ് കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് ധാരാളം കോരിവാരി തരുന്നു എന്നുള്ളതാണ്. ആഗ്രഹിച്ചത് കിട്ടാൻ വേണ്ടി പലരും എന്തെല്ലാം ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പെണ്ണിന് സൈത്താൻ കൂടി എപ്പോഴും രാത്രി കൂക്കിലുണ്ടാവും. രാത്രി ഇപ്പൊ പാതിരാക്കല്ലടിച്ചിട്ട് ഏത് ഇസ്മിൻ്റെ ആള് പോയെങ്ങും റുവാനി പോയെങ്ങും ഓമം വെച്ചെങ്ങും സൈത്താന് പോകുന്നില്ല. സൈത്താൻ ഉണ്ടെന്നല്ല പോകുന്നത്.
അങ്ങനെ കൂക്കിലിടുന്ന ബന്ധാന്നുമില്ല. സാക്ഷി നമ്മളുമായി ബന്ധപ്പെട്ട ഒരാളുകൾ പറഞ്ഞ് ഞാൻ പോകുമ്പോഴേ പറഞ്ഞു കൊടുത്ത് ഇസ്മു തകിട് ഓമല്ല പിന്നെ വെക്കാം, അവളെ ഒന്ന് കറക്റ്റ് അവളോട് ബാരെണ്ണം കൊണ്ട് വന്ന് ജസ്റ്റ് അല്ല മുണ്ടിട്ടല്ല നോക്കിയെന്ന്. അങ്ങനെ ഓളെ റൂമിൻ്റെ ബാധലെല്ലാം ഇട്ടിട്ട് അവളോട് കറക്റ്റ് ചൊല്ലി ഫസ്റ്റ് ചൊല്ലണോ, നീ പണിയെടുത്തെങ്കിൽ എന്തുണ്ടെങ്കിൽ പൊട്ടിയിട്ട് പോന്നിപ്പോൾ ഇത് നിന്റെ മനസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെക്കനാതായതെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പം ചൊല്ലണോ, ഇത്തരത്തിലുള്ളതെല്ലാം ഈ പണിയിൽ പൊട്ടുന്നു, നീ ബണ്ണവിനെ അതെല്ലാം ആക്കി ആവലാന്ന്. അപ്പോൾ മങ്ങത്തിൻ്റെ വിഷയം ഉണ്ടെങ്കിൽ എന്നോട് ചെല്ലണം, ഞാൻ ബാപ്പനെല്ലാം ചെട്ട് ശരിയാക്കാം. അതെല്ലാം ചൊല്ലി ആവ് തന്നെ ചൊല്ലി ഒരു ചൊല്ലി വെക്കൂ, ഒരു ചെറുക്കമുണ്ടു അത് നിങ്ങൾ സമാക്കുവാറാന്ന് കേട്ടോ, സമാക്കാം. അപ്പം അത് സമാക്കണമെങ്കിൽ അങ്ങനെ ഇതെല്ലാം നിപ്പാട്ടേന്നില്ലേ, ഏത് നിപ്പാട്ടേന്ന് ഈ ജാവ് 2 മണിക്ക് അഞ്ചിട്ട് കൂക്കിലിടണ ഈ ഉപ്പ ഉമ്മാക്ക് ഇതേ പണി 1.5 കൊല്ല ഇസ്മാക്കുന്ന മാട്ടാക്ക് മന്ത്രാക്കുന്ന ഓമം വെക്കുന്ന തീയിടുന്ന 7 തീയിട്ടങ്ങൾ ബണ്ണ കൂക്കിലിടുന്നത് ബന്ധാക്കണാണ്. മംഗളാവത്തെ പെണ്ണിങ് ഉണ്ടെങ്കിൽ ഇത് നല്ല ഐഡിയ ഉസ്താദ് ചൊന്നത് ജാവ് എണിച്ച് കൂക്കിലിട്ടെങ്കിൽ അങ്ങനെ ആക്കപ്പോണ്ട അത് ബണ്ണാക്കിയെങ്കിൽ നിങ്ങൾ മംഗലായ പിന്നെ സൈത്താണ് പേര് കൂക്കിലിട്ടോണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഡ്യൂപ്ലിക്കേറ്റാ കോതീറ. അപ്പം എന്തായി ഇതെല്ലാം മുണ്ടി ഒക്കെ ഉറുക്കെല്ലാം കൊടുത്തിട്ട് പരക്കാരോട് ചെല്ലിട്ടതോളൂ ഡോങ്കി ആക്കിയ ചെല്ലിക്ക് പിന്നെ അത് പിന്നെ ഒക്കെ സെയിം അല്ലേ ഓൾ നിപ്പാട്ടല്ല ചെല്ലി ഉറുക്കെല്ലാം കൊടുത്തുനി എന്നോട് കൂക്കലിടല പിന്നെ മംഗലെല്ലാം ആക്കുമ്പോൾ അവളോട് കേട്ടോളണോ ഓക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കറക്റ്റ് പോലെ ടെൻഷൻ അടുപ്പിക്കണ്ട നല്ല ചെലിച്ചു പോയി കുക്കിള് വന്നു കുക്കിള് ശരിയായി 1.5 കൊല്ല ഇസ്മാക്കിനി അവള് ജാവ് 2 ഗಂಟೆ കറക്റ്റ് 2 ഗಂಟೆಗೆ 2 വെച്ച് കണിക്കുന്നതായിട്ടിരിക്കണോ കുക്കിലിടാൻ. അപ്പൊ ഇങ്ങനത്തെ ആഗ്രഹിച്ചത് കിട്ടണമെന്നല്ല, ഉമ്മാന്റെയും ഉപ്പാന്റെയും ഇഷ്ടവും അവരുടെ പൊരുത്തവും എന്നുള്ള രൂപത്തിലായാൽ അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും വലിയ ഖൈറാൻ. അങ്ങനെയാണ് ആഗ്രഹിച്ചതെല്ലാം കിട്ടിക്കൊള്ളണമെന്നില്ല, വിധിച്ചത് കിട്ടുന്നു, അള്ളാഹു ഖദറാക്കിയതിലേക്ക് എത്തുന്നു. അല്ലാത്തത് കിട്ടിയാൽ നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ സ്നേഹമില്ലാതെ പോകുന്നു. അങ്ങനെയാണ്. ഏതുമാകട്ടെ നമുക്ക് അള്ളാഹു തന്നതിൽ ബറക്കത്തിന് വേണ്ടി അള്ളാഹുട് ദ്വാരക്കുക, തന്ന കിട്ടിയ ഭർത്താവ് സ്വാലിയാകാൻ ദ്വാരക്കുക, കിട്ടിയ പെഞ്ഞായി നല്ല പെണ്ണാവാൻ ദ്വാരക്കുക. അല്ലാതെ പിന്നെ എന്താക്കിയിട്ടില്ലേ? ഇപ്പം ബ്രോക്കറിനെ പറയുന്നാളുണ്ടു ചള്ളിക്ക് മംഗലായിട്ടായി ഇപ്പം ചൊന്ന് ഓണ് മുസീബത്ത് ഇല്ലെങ്കിൽ നാക്ക് നല്ല വേറെ കിട്ടത്തിയപ്പോ മോളും മംഗലായിട്ട് പുള്ളി ചള്ളിക്കല്ലായിട്ടായി ഇപ്പം ബ്രോക്കറിനെ പറയുന്ന മുസീബത്ത് ഓണ്ടുണ്ടെങ്കിൽ എതിരിൽ കിട്ടിയ കൊണ്ടല്ലേ. അങ്ങനെയാണ്. അങ്ങനല്ല ഏതാ ബ്രോക്കറാ മണ്ട് വസ്തു എന്തായാലും അള്ളാഹു ഖദറാക്കിയതിൽ എത്തിപ്പെട്ടു. ഇനിയുള്ള കുടുംബജീവിതം സന്തോഷകരമാക്കുക, അങ്ങനെ സന്തോഷത്തിൽ പോകുക, പരസ്പരം സ്നേഹിക്കുക, ഉമ്മാനെ സ്നേഹിക്കുക, ഉപ്പാനെ സ്നേഹിക്കുക, ഭാര്യയെ സ്നേഹിക്കുക, ഭർത്താവിനെ സ്നേഹിക്കുക. ഓനോന്റെ ഭാര്യയാവാം. ഞാൻ തെളിയല്ലേ ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് പോകുമ്പോഴത്തെ കേട്ട് ആരെ ഭാര്യയാണെന്ന് അങ്ങനെ. അപ്പൊ വേറാളല്ല, അവനവന്റെ ഭാര്യമാരെ സ്നേഹിക്കുക, അവനവന്റെ ഭർത്താക്കളെ സ്നേഹിക്കുക. എല്ലാവർക്കും പിന്നോർത്തന്റെ തിരിയ പെഞ്ഞതിനെ നോക്കുമ്പോൾ ഒരു സമാധാനം, ഓൾ എത്ര നല്ല പെണ്ണ് നോക്കൂ. അപ്പുറത്ത് അതേപോലെ അവൾ ചെന്ന് അവനെ നോക്കൂ, ഓൺ എത്ര നല്ല ചെറുക്ക. അതല്ല, അവനവൻക്ക് കിട്ടിയതിനെ നന്നാക്കി എടുക്കാനുള്ള ശ്രമം വേണം, നല്ല ശ്രമം. നമ്മളൊരു ശ്രമജീവിയാകണം, ദ്വാരക്കുകയും വേണം, അധ്വാനിക്കുകയും വേണം. നമ്മൾ നല്ല നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും വേണം. കുടുംബജീവിതം സന്തോഷമാകണോ, കല്യാണങ്ങളും ആഡംബരരഹിതമാകണം, അനാചാരരഹിതമാകണം. ഡാൻസ് ഉണ്ടാവരുത്, അറബിക് നൈറ്റ് ഉണ്ടാകരുത്, ഹറാമുകൾ ഉണ്ടാവരുത്, വേണ്ടാത്തരങ്ങൾ ഉണ്ടാവരുത്. നല്ല രൂപത്തിലുള്ള കല്യാണമായാൽ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായ വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ഉമ്മാക്ക് ദ്വാരക്കുന്ന മക്കൾ, ഉപ്പാക്ക് ദ്വാരക്കുന്ന മക്കള്, അങ്ങനെയുള്ള മക്കൾ കിട്ടണമെങ്കിൽ എന്താക്കണം? അനാചാരമില്ലാത്ത മംഗലം കഴിക്കണം. ഇപ്പൊ ഓരോരുത്തന് തോന്നി എന്നെ കഴിക്കണമെങ്കിൽ അനാചാരമില്ലാത്തത് കഴിക്കാൻ, ആരും അറിയാതെ അല്ലേ? അതിന് പിന്നെ അനാചാരമില്ലല്ലേ? നമ്മുടെ മക്കളുടെ കല്യാണം, നമ്മുടെ സഹോദരിമാരുടെ കല്യാണം, നമ്മുടെ കുടുംബത്തിലെ കല്യാണം, ഇതൊക്കെ ഉഷാറാകണം. എങ്ങനെ ഉഷാറാകണം? നിയമത്ത് അല്ലാഹു തന്നിട്ടുണ്ട്, ആരോഗ്യം അല്ലാഹു തന്നിട്ടുണ്ട്. അതിന് നിങ്ങൾ പേക്കൂത്തുകളെ കൊണ്ട്, വേണ്ടാത്തരങ്ങളെ കൊണ്ട്, ഇത്തഖിൽ മഹാരിം തകുൻ അബ്ദന്നാസ്, ഹറാമുകളിൽ നിന്നെല്ലാം വിട്ടു നിന്നുകൊണ്ടിട്ടുള്ള കല്യാണ കാര്യ പരിപാടികൾ നമ്മുടേത് ആയി കിട്ടണം. അങ്ങനെ ആയി കിട്ടിയാൽ നമ്മുടെ കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകും, സന്തോഷമുണ്ടാകും. എൻഗേജ്മെന്റ് അല്ല കഴിഞ്ഞപ്പോ പുതിയാപ്പളയോട് കാക്ക ചെല്ലിതാ എൻഗേജ്മെന്റായിട്ട് നിക്കായിട്ടില്ല, ഫോണിലെല്ലാം മുണ്ടോ തീരാ എല്ലാം ഹറാമു. അപ്പൊ ഓമെല്ലാം അപ്പത്തെ ചെല്ലിയല്ല 4 വർഷമായിട്ട് മുണ്ട സൂറാക്കിയിട്ട് ഇനിയിപ്പോൾ ഹറാം എന്തിരേം
ഇത് എൻഗേജ്മെന്റ് ആയി പിന്നല്ല ഹറാം. ഇത് മുണ്ടോ സ്റ്റാർട്ടാക്കിയിട്ട് 4 വർഷമായിട്ട് ഏന് 4 തിങ്കളല്ല ഉള്ളേന്ന് ബാക്കി മംഗലത്തിന് ഏന് മുണ്ടാതിരിക്കാനാണ്. ഇവർക്കിതറിയാലോ ഇത് ഇങ്ങനെല്ലാം ആയിട്ട് ഇത് സെറ്റിങ്ങിൽ വന്നിട്ട് ബ്രോക്കർ ത്രൂല് വന്നിട്ട് ഏതുവാകട്ടെ അങ്ങനെയുള്ള എല്ലാ ഹറാമിൽ തുടങ്ങിയ ബന്ധങ്ങൾ അതിലൂടെ മക്കളുണ്ടാകുമ്പോ ആ മക്കളിൽ സന്തോഷവും സമാധാനവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാര്യപരിപാടി നിക്കാന്റെ അടുത്തല്ല എല്ലാവർക്കും ദ്വാരക്കണോ അല്ലെ? നിക്കാക്കാന് വലിയ വലിയ തങ്ങന്നാവണു, നിക്കാന് വലിയ വലിയ ആൾക്കാരാവണു. എത്ര ദൂരത്ത് നിന്നെങ്കിൽ അത്ര ജാസ്തി പവർ. വീട്ടിൽ ഹറാമുണ്ട്, വീട്ടിൽ വേണ്ടാത്തരുണ്ട്, അതൊന്നും വിഷയമല്ല അല്ലേ? ചിലർക്ക് അങ്ങനെയുണ്ട്, ഭയങ്കരമായ അന്ധവിശ്വാസം. ഞാന് എൻ്റെ ഫാനി ആയിട്ടില്ല ചെല്ലിയത് കറണ്ട് പോയതാ. മനസ്സില്ല, അള്ളാഹു ബർക്കത്താകട്ടെ. എങ്ങനെ പൊരകുടിക്ക് ദ്വാരക്കാൻ തങ്ങളെ കൊണ്ടുപോയാൽ ഓരോരുത്തരങ്ങനെ തങ്ങന്മാരിലെ കണക്കിനായിട്ട് യാറെ ബഹുമാനിച്ചിട്ട് വിടക്കാക്കുന്നതായിട്ടുണ്ട്. അങ്ങനെ കണക്കിനായിട്ട് യാറെ ബഹുമാനിക്കുന്നു. അങ്ങനെ ബഹുമാനിച്ചിട്ട് ചില ആൾക്ക് അങ്ങനെ. നമ്മൾ ഈ ഭാഗത്ത് ദക്ഷിണ ജില്ലയിൽ അങ്ങനെയാണ്. തങ്ങാൻ നിലക ഇവരെന്തില്ല, ഭയങ്കര ബഹുമാനിക്കേണ്ടതെന്തല്ല. അങ്ങനെ തങ്ങ പരകുടിക്ക് വന്നിട്ട് പാല് കാച്ചി. അപ്പുറത്തെ വേറെ സ്പെഷ്യൽ കിച്ചൺ വേറെ ഒന്നുണ്ട് മിഡിൽ. അവിടെ സ്റ്റൗ ഉണ്ട്, അവിടെയും കത്തിച്ച് 2ആയി. 3-മത് പുറത്തൊരു കിച്ചണുണ്ട് അടുപ്പിൻ്റെത് വേറെ, തീ കത്തിക്കുന്നത് വിറവ് വെച്ചിട്ട് കത്തിക്കുന്നത്. അതും കത്തിക്കാൻ ചെല്ലി അതും കത്തിച്ച്. അപ്പൊ പരക്കാരെ ചെല്ലി ഉസ്താദ് ഒരു മണ്ടന്റെ അടുപ്പാക്കി നീ തങ്ങളെ മണ്ടന്റെ അടുപ്പുണ്ടോ? അയാളെല്ലാം മണ്ടന്റെ അടുപ്പും കക്കൂസല്ല നിങ്ങൾ ആയിക്കോളി, ഞാനില്ലാന്ന് 3 നേരത്ത് കത്തിച്ചിനെയാൾ സുബൈക്ക്. ഏത് കുറച്ച് നിന്നെ തണ്ണി ചൂടാക്കാനും ചൊല്ലും കുളിക്കാൻ. ഇങ്ങനത്തെ അവസ്ഥ ബഹുമാനിച്ചിട്ട് ഒട്രാസി കൊണ്ടുപോയിട്ട് എന്നിന്റെ ഓടായിട്ടില്ല. ഞാൻ ഒരുത്തർ കക്കൂസ് ഉദ്ഘാടനം ആക്കിയിട്ട് കക്കൂസ് കുടിയാക്കി, പള്ളിന്റെ കക്കൂസ് കുടിയാക്കിയിട്ട് ഉള്ളിലേക്ക് പോകുമ്പോണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ കക്കൂസിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ. അപ്പൊ എങ്ങനെ ഓരോ ബഹുമാനത്തിലുള്ള കണക്കുണ്ട്. ഒട്രാസി ബഹുമാനിക്കുന്നല്ല. പണ്ടെടുത്തഞ്ചെന്നാല തങ്ങളെ പൊണ്ട തറന്നൊന്നുണ്ട്, തെങ്ങിലേക്ക് കയറോനിയാന്നില്ല. എന്താന്നില്ല, തങ്ങളെ കീഴ് നിപ്പാട്ടിട്ട് നാ മേല് പത്തിങ് അതബ് കേടല്ലേ. തങ്ങളെ പത്തിട്ട് പൊണ്ടെടുക്കും ബർമ്മ നക്കൊന്നിട്ട് പറന്നു. അപ്പൊ അങ്ങനത്തെ ഒട്രാസിൽ ആട്ടുപൊട്ട് ബഹുമാനമല്ല, നല്ല ബഹുമാനം, റെസ്പെക്ട്, അതൊക്കെ തസ്കിയത്തിൽ പറഞ്ഞിട്ടുണ്ടാകും. ആ റെസ്പെക്ട് കൊടുക്കേണ്ട പോലെ കൊടുക്കുക എന്നുള്ളതാണ് റെസ്പെക്ട് അല്ലേ? ചില അങ്ങനത്തെ ഉപദ്രവമുണ്ട്. പള്ളി നടക്കിട്ട് പോകുന്ന ഉസ്താദോട് ചില ഉസ്താദ് എന്തെങ്കിലും ചെൽട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. അങ്ങനെ ഉസ്താദ് കേട്ടാല എന്ത് ചെല്ലല്ല, എന്ത് ചെല്ലിട്ടില്ല, ആയെങ്കിൽ നമുക്ക് ചെൽട്ടുണ്ടെങ്കിൽ ആയെങ്കിൽ എന്ത് ചെല്ലിനിട്ട പിഴയുന്നല്ല, വേറെന്ത് ചെല്ലിയിട്ടില്ല, ഉസ്താദ് കൂടെ ഇരിക്കലേ ഇല്ല എന്ന് ചെല്ലിനെ മാത്രം എല്ലാം നമുക്ക് ചെല്ലണ എങ്ങനെ. അപ്പൊ അങ്ങനത്തെ ഓരോരുത്തന്റെ സ്വഭാവവും ഓരോരുത്തന്റെ ഫിത്നയും ഫസാദും ബഹുമാനമൊക്കെ അങ്ങനത്തെ ബഹുമാനാണ്. കാണുമ്പോ ചില ആൾ ബഗ്ഗിറ്റ് മുത്തുന്നു, ഡോങ്കിൽ അപ്പുറം പോയിട്ട് അമ്മ നായിനെ കണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ടാകുന്നു. അതാ വെറുതിൽ വജുഹൈൻ. അങ്ങനെ നമ്മൾ ആകാനും പാടില്ല. നല്ല രൂപത്തിൽ ബഹുമാനം, ഉമ്മാന്റെ കൈ പിടിച്ച് മുത്തുന്നവരാകണം നമ്മൾ. ഉമ്മാന്റെ കൈ മുസാഫഹത്ത് ചെയ്യണം, ഉമ്മാന്റെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കണം. എവിടെങ്കിലും യാത്ര പോകുമ്പോൾ ഉമ്മാനെ മുസാഫഹത്താക്കി ഉമ്മാന്റെ കൈ ചുംബിച്ചിട്ട് പോകണം. ഏത് തങ്ങളെ കൈ പിടിച്ച് മുത്തുന്നതിനെക്കാട്ടിയും നിന്റെ ഉമ്മാന്റെ കൈ, നിന്റെ ഉപ്പാന്റെ കൈ, അത്ര ബറക്കത്താക്കപ്പെട്ട കൈ മക്കൾക്ക് ഈ ഭൂമി ലോകത്ത് വേറെയില്ല. ഉമ്മാന്റെ കൈമുത്തണം, ഉപ്പാന്റെ കൈമുത്തണം. തങ്ങന്മാരത് ഉസ്താദന്മാരത് ഒക്കെ മുത്തണം വേണ്ടാന്നല്ല, നമ്മൾ ഏറ്റവും നിസാരമായി കാണുന്ന അങ്ങനെ ആവരുത്. പിന്നെ ചില ആൾ ഉമ്മാന്റെ കൈ വേണമെങ്കിൽ മുത്തു, ഉപ്പാന്റെ കൈ മുത്തല അല്ല, ഉപ്പയുടെ കൈ ചുംബിക്കണം, ഉമ്മാന്റെ കൈ ചുംബിക്കണം. അവരെ കൈ ചുംബിക്കുന്നത് കൊണ്ട്, ഉമ്മാന്റെ ഉപ്പാന്റെ മുന്നിൽ കുനിയുന്നത് കൊണ്ട് അല്ലാഹു റഹ്മത്തും ബറക്കത്തുമല്ലാതെ തരൂല. നീ ഉമ്മാന്റെ മുന്നിൽ കുനിഞ്ഞ് കൈമുത്തിയതിന് നാളെ മഹ്ശറിൽ ഇസ്സത്തോടെ നടക്കാൻ കഴിയും, സ്വർഗത്തിൽ പോകാൻ കഴിയും. ദുനിയാവിൽ നീ ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരൂല. ഉമ്മാക്കും ഉപ്പാക്കും നീ തലകുലിച്ചോ, അവരെ നീ അനുസരിച്ചോ, അവരെ നീ ബഹുമാനിച്ചോ, അവർക്ക് നീ ഗിഫ്റ്റ് കൊടുത്തോ, പെരുന്നാളിനും നോമ്പിനും അവർക്ക് നീ 1000 അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തോ, എന്നാ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നിന്നെ വെറുതെ ആക്കൂല എന്നാണ്. അള്ളാഹുവിനത് വബിൽ വാലിദൈനി ഇഹ്സാനാ, ഉമ്മാട് ഉപ്പാട് നന്മ ചെയ്യാൻ നമ്മോട് പറഞ്ഞത് ഖാലിഖായ റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവാണ്. അതുകൊണ്ട് ഉമ്മാനെ ബഹുമാനിക്കണം, ഉപ്പാനെ ബഹുമാനിക്കണം. നമ്മുടെ ഭർത്താക്കന്മാർ, സ്വന്തം അവളുടെ ഭർത്താവ്, അവരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക.
ഒരു ഭർത്താവ് സൈക്കോളജിക്കലായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഭാര്യ പറയാണ് അയാൾ ഭയങ്കര ഉഷാറ്, അയാൾ ഭയങ്കര ടാലന്റാണ് എന്നെങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ അവൻ ഉഷാറാകും. ഭാര്യ എപ്പോഴും പറയുന്നത് എന്തുള്ള നിന്റെ അളിയാക്ക എന്ത് പ്രയോജനമില്ല, ഏത് എല്ലാവരും എതിർലി ഇവനെ ചെറുതാക്കിയാൽ ഇവന്റെ മൈൻഡ് സെറ്റിൽ ഇവന് തോന്നുന്നു എനിക്കെന്തും സാധ്യമില്ല, എനിക്ക് സാധ്യമില്ല എന്ന് തോന്നാണ്. പിന്നെ ഇപ്പല്ലോ നമ്മൾ ഒരാളെ ഒരു വീഡിയോ അയച്ചു തന്ന് പുരയിൽ പാത്രം കവാൻ ചൊല്ലിയിട്ട് ഓന്താക്കി നിങ്ങൾക്ക് ഡൈവേഴ്സ് നീ തലാക്കാക്കുന്നിട്ട് വക്കീലിൻ്റെ അടുത്തേക്ക് പോയി കാലത്തനുസരിച്ചിട്ട് വക്കീലോട് പോയിട്ട് മുണ്ടാന്ന് വക്കീലിൻ്റെ ഭരക്ക് പോയി നോക്കുമ്പോൾ വക്കീലെ പാത്രമായിക്കൊണ്ട് പുറത്തിരുന്നിട്ട് അപ്പോൾ ഓൻ സീത പോയി എനിക്ക് ഇത് ഹീനൽ എന്ന് പ്രയോജനം ഇല്ലാന്ന്. ഈ രൂപത്തിൽ എടുക്കണ്ടെന്നല്ല, പണിയെടുക്കുക, കുറച്ചല്ല ഭാര്യൻ്റെ കൂടെ കൂടിയിട്ട് പണിയെടുക്കുക, സ്നേഹിക്കുക, അവരെ കേൾക്കുക, അവരുടെ കൂടെ കൂടുക. ഇതിന് കൂടെ കൂടിയില്ലാകുമ്പോൾ ഒരാ കോളിൽ തോത്തിക്കൊണ്ട് പോകുമ്പോൾ ചവിട്ടിക്കൊണ്ട് പോയില്ല അങ്ങയ്യല്ലേ അല്ലേ. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചൊടി വരുന്നൊരു വിഷയം എന്തെന്ന് കേട്ടെങ്കിൽ പിന്നെ ഞമ്മക്ക് പുറത്താനപ്പന്നെ ഓർ തോത്തും അർജന്റ് ചാർജർ എടുക്കാൻ പോലെ അപ്പുറം പെണ്ണിങ്ങുണ്ടല്ലേ ആ കോള് പിടിച്ചിട്ട് അബ്ബ മക്ക എല്ലാവരെ പോലത്തേട്ട് സുറുന്നു രണ്ടാമത് തോത്തൻ. ഓർക്ക് ദുനിയാവിൻ്റെ നമ്മൾ ഏറ്റവും ചൊടി വരുന്നത് ഈ തോത്തന്നെ ആർക്കോ വേണ്ടിയിട്ട് നമ്മളെ പറഞ്ഞുകൊണ്ട് തോത്തനെ സല്ലാണത്തിട്ടുകൊണ്ട് ഇങ്ങനെ തോത്തിക്കൊണ്ട് പോകുമ്പോൾ ഞമ്മ സീത ഈരെ ചവിട്ടിക്കൊണ്ട് പോകുമ്പോൾ പച്ച ചണ്ടി മേൽ ടൈൽസ് ചവിട്ടിക്കൊണ്ട് പോകുമ്പോൾ അപ്പോഴാണ് അവർക്ക് ഏറുന്നത്. മക്ക അങ്ങനെ പുറത്ത് കളിച്ചോ ഇന്ന മക്ക ഒരു തോട്ടൻ്റെ പുറുസത്ത് അപ്പ വന്നിട്ടായി സീത ഉള്ളിലേക്ക് അല്ലേ. ഇനി നിങ്ങൾ പെണ്ണിങ്ങൾക്ക് ഉപകാരാക്കിയില്ലെങ്കിൽ പെഞ്ഞയക്കല്ല, ഉപദ്രാക്കണ്ട, തോത്തുമ്പോൾ അതിൽ സൈഡിൽ പോകണ്ട, പിന്നെ ഒരു 4 റീൽസ് കണ്ടിട്ടേ പോയെങ്കിൽ മതി ഉള്ളിലേക്ക് പോണങ്ങുന്നു ഫാനലൈറ്റിട്ട്. ആ രൂപത്തിലാക്കുക, ഉപകാരം ചെയ്യുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയുടെ കൂടെ എല്ലാ പണികളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കൂടെ കൂടിയിട്ട് ഭാര്യമാരോട് സഹകരിച്ചിരുന്നു എന്നാണ്. അവരവരുടെ ഭാര്യമാർ ഇവിടെ ഇപ്പം ഞാനിവിടെ ബന്ധ പുസ്തകം എടുക്കട്ടെ, കുടുംബജീവനം എടുക്കണമെങ്കിൽ ബന്ധ പെണ്ണുങ്ങളെ മാപ്പിളമാരോട് ഉണ്ടായിട്ട് അല്ല അവർക്കും കേൾക്കണ്ടേ. ഇല്ലെങ്കിൽ ഇവിടെ വീഡിയോ ഇല്ലുണ്ട്, ക്ലിപ്പുണ്ട്, ഇതിനെ അയച്ചു കൊടുക്കും, പിന്നെ ക്ലിപ്പാക്കിയിട്ട് പിന്നെ എന്താക്കല് അല്ലേ. അപ്പോൾ ഇതാകട്ടെ, ഭർത്താക്കന്മാർ ഭാര്യമാരുടെ കൂടെ സഹകരിക്കുക, അവർക്ക് സ്നേഹം കൊടുക്കുക, അവരെ കേൾക്കുക. അവർക്ക് കുറച്ച് ബിസിയുണ്ടോ കൊണ്ട് ബിസിയ പെണ്ണുങ്ങൾക്ക് ബിസിയ അല്ലെങ്കിൽ ഒരു ബിസിയ ചെല്ലണമെങ്കിൽ 1/2 മണിക്കൂർ ഇത് സ്റ്റാർട്ടാണെങ്കിൽ 15 പോലെ ഒരു ബിസിയുണ്ട് ചൊല്ലട്ടാ വേണ്ട നാളെ ചൊല്ലാം. ഇത് ആണെങ്കിൽ ചെല്ല് വേണ്ട നിങ്ങൾക്ക് ഇപ്പം ടൈമില്ലല്ലേ പുരുഷത്തില്ല നാളെ ചൊല്ലാം. ഇതെല്ലാം നട്ടം തിരിച്ച് ലാസ്റ്റ് ചെല്ല് വിഷന്ന് ലാസ്റ്റ് കേട്ട് ലാട്ടും എന്നില്ല ഒത്തുക്ക് പോയിട്ടാകുമ്പോൾ പല്ലി വീണോളെ തലക്ക് ഈനെയാണ് 1/2 മണിക്കൂർ ഇട്ടിട്ട് ഉരുട്ടിയത് ചെല്ലട്ട ബിസിയാവട്ട നീ കൊന്തുണ്ട ബിസിയെ കൊന്തുണ്ട ഓള് ഇതിനെ എന്നിരിച്ചിനെ പല്ലി തലക്ക് പോണ്ടെങ്കിൽ മയ്യത്താവിടെയെന്ന്. ചില ആൾക്ക് അങ്ങനെ ഉണ്ടു കേൾക്കുന്ന ഉസ്താദെ പല്ലി തലക്ക് പോണ്ടെങ്കിൽ മരിക്കുന്നതാണ് ഞമ്മലെ 10 ഊര് മരിക്കേണ്ട ടൈമായി അങ്ങനെങ്കിൽ അല്ലേ. പണ്ടത്തെ മനുഷ്യന്മാരുടെ തലക്കൽ എത്ര പല്ലി വീണ്ടിട്ടിരിക്കും. അപ്പൊ ഏതും ആകട്ടെ, അങ്ങനെയല്ല ഏതും ആകട്ടെ, ഈ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ചെല്ലാനുണ്ടെങ്കിൽ എന്താക്കാ ഇതെല്ലാം കേക്കായിരുന്നിട്ട് കേട്ടെങ്കിൽ മതി. അവർക്ക് എന്ത് കൊടുത്തില്ലെങ്കോ എല്ലാം കേൾക്കണം, ഔതു എല്ലാം ശരി യെസ് ഓക്കെ. ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് പോയാൽ ഒരു മൈൻഡ് റിലാക്സ് ആകും, സ്ട്രെസ് ഹോർമോൺ കുറയും. ഇല്ലെങ്കിൽ ചെല്ലു നണ്ട നിങ്ങൾ അർത്ഥമേ ആക്കില്ല അല്ലേ. എത്ര അർത്ഥാക്കിയിട്ട് എന്ത് കൊടുത്തിട്ട് ഗുണമില്ല. അവർ പറയുന്നത് നമ്മൾ കേൾക്കുക, അനുസരിക്കുക ഒക്കെ ചെയ്യാം. ഭാര്യമാർ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഭർത്താക്കന്മാർ അവർ നിങ്ങളെ കേട്ടാ പോരാ, നിങ്ങൾക്ക് കൊണ്ടുവന്നാ പോരാ. അവർക്ക് ജോബിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, കച്ചവടത്തിൻ്റെ വലിയ പ്രശ്നങ്ങളുണ്ട്, കടത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പുരയെടുക്കാനുള്ള സമസ്യകളുണ്ട്, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. അങ്ങനെ പല ജാതി പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അവർ എപ്പോഴും നിങ്ങളെ മാത്രം അല്ലേ നന്റെ ഫോണ് മാത്രം എടുക്കുകയാവില്ല അല്ലേ. എത്ര വിളിച്ച നിങ്ങൾ എടുത്തെങ്കിൽ എന്താവുള്ളൂ. നിങ്ങൾ ബാക്കി ഞങ്ങളെ ഫോൺ എടുക്കില്ലേ. ബാക്കി ഞങ്ങളെ ഫോൺ എടുത്തത് കൊണ്ടാണ് നിന്നെ അവൻ പോറ്റുന്നത്. അവൻ്റെ ഡ്യൂട്ടി അതാണ്, അവൻ്റെ ജോബ് അതാണ്, അവൻ്റെ ബിസിനസ് അതാണ്. പക്ഷേ ഭാര്യമാർ മനസ്സിലാക്കണം, നിങ്ങളുടെ ഭർത്താക്കന്മാർ അവർ കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും പണിയെടുക്കുന്നതും എല്ലാം ചെയ്യുന്നത് നിങ്ങളെ പോറ്റാനാണ്, നിങ്ങളുടെ മക്കളെ പോറ്റാനാണ്, നിങ്ങൾക്ക് നല്ല വീടുണ്ടാക്കാനാണ്, നിങ്ങൾക്ക് നല്ല കാറെടുക്കാനാണ്. ശുറാ ബൈനക്കും, ആണുങ്ങളും പെണ്ണുങ്ങളും എന്ത് ചെയ്യുമ്പോഴും പരസ്പരം അഭിപ്രായപ്പെട്ടുകൊണ്ട് ചെയ്യുക. എന്ത് ചെയ്യുമ്പോഴും ഡിസ്കസ് ആക്കിയോളൂ, അത് നല്ലതാണ്. ചിലയിടത്തല്ല ചില ആണിങ്ങെല്ലാം ഉണ്ട്. നോക്കാം ഉസ്താദ് പിന്നെ ചേർന്ന് ഒരു ചോറ് ഒരു മുത്താലിമൊക്കെ ചോറ് കേട്ടു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഉസ്താദ് വരുന്ന ഒരു ചോറ് കൊടുക്കാമോ നോക്കാം ഉസ്താദ് പിന്നെ ചേർന്ന് എന്തേ ഹെൽത്ത് മിനിസ്റ്റർ ഹോം മിനിസ്റ്റർ ഉണ്ടല്ലോ ഒത്തു അയ്മാൻ്റെ യജമാനത്തിൻ്റെ പെർമിഷൻ വേണം. അങ്ങനെ എല്ലാത്തിനും പെർമിഷൻ കേൾക്കണമെന്നില്ല.
ഒരഭിപ്രായപ്പെടലൊക്കെ നല്ലതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ബാഡികക്ക്, ഒരു ടെമ്പോക്കാരനെ ബാഡികക്ക് വിളിച്ചാൽ എത്രയാന്ന് ബാഡിക എന്നിട്ടാണ് ഓൻ ചെല്ലല 500 റുപ്യാണ്. അപ്പൊ വിളിച്ചോണ് ചെന്നാ എന്തെന്ന് നോക്കണം, പെഞ്ഞായിട്ട് കേട്ട് ചോളിട്ടാൻ അങ്ങനെ പെഞ്ഞായിട്ട് കേട്ട് ആയിട്ട് വന്ന് ടെമ്പോയിൽ ബാഡികല്ല പോയിട്ട് ബാഡികല്ല ഇഴിച്ചിട്ട് ഓൻ ചെല്ലല്ല 600 റുപ്യാണ്. നീ അല്ല പോട്ടെ 500 ചെന്നേന്ന്. അപ്പോൾ ഓൻ ചെല്ല നിന്റെ പെഞ്ഞായിട്ട് നിന്റെ വൈഫിട്ട കേട്ട പോയി ചൊന്തു 500 മഞ്ഞാവില്ല 600 വേണം, 600 റുപ്യ കൊണ്ടാണ്. ഓൻ എന്താക്കിനെ ഓൻ്റെ പെഞ്ഞായോട് കേട്ടിട്ടല്ലേ വന്നിനെ, ഓൻ്റെ പെഞ്ഞായോട് കേട്ടിട്ട് 600 റുപ്യ എടുത്തോൻ്റെ 500 മതിയാവലാന്ന്. അപ്പൊ ഇങ്ങനെ എല്ലാത്തിനും പെഞ്ഞായോട് കേൾക്കണമെന്നല്ല, പിന്നൊരു ഡിസ്കസ് ആക്ക, പരസ്പരം അഭിപ്രായപ്പെട്ട് ചർച്ച ചെയ്യൽ, അതൊക്കെ നല്ലതാണ്. അതൊക്കെ കുടുംബജീവിതത്തിന്റെ ഐക്യത്തിന് നല്ലതാണ്, സമാധാനത്തിന് നല്ലതാണ്, സന്തോഷത്തിന് നല്ലതാണ്, മക്കൾ ഉപകാരപ്പെടാൻ നല്ലതാണ്, പിണക്കമില്ലാതിരിക്കാൻ നല്ലതാണ്. കഴിവിന്റെ പരമാവധി അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പിണങ്ങിയാൽ ആദ്യം മിണ്ടേണ്ടത് ഭാര്യയാണ്. എല്ലാം ഞങ്ങൾ ഒരേപോലെ, ആണും പെണ്ണും ഒരുപോലെ അല്ല. ഖുർആൻ പറയുന്നു അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, ആണും പെണ്ണും ഒരുപോലെ അല്ല. ബ്രെയിനിലെ സെല്ലിൽ തന്നെ 4000-ഓളം സെല്ലിന്റെ ഏറെ കുറവുണ്ട്. ആണിന്റെ കോശവും പെണ്ണിന്റെ കോശവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആണും പെണ്ണും ഒരുപോലെ അല്ല, ഒരുപോലെ അല്ല എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ അടിമകളും ആണുങ്ങൾ ഉടമകളും അങ്ങനെയല്ല, അവരെല്ലാം ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് എന്ത് വേണമെന്നോ പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ബഹുമാനിക്കണം. മറ്റൊന്ന് നമ്മുടെ മക്കളാണ്, വളർന്നു വരുന്ന മക്കൾ. ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറാ, മക്കളെ നന്മയുടെ വഴിയിലാക്കി എടുക്കണം. 30 കൊല്ലം ഉസ്താദ് അധ്വാനിച്ചത് മക്കളെ നന്മയുടെ വഴിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. വെറും ചൊല്ലിക്കൊടുക്കലല്ല, അവരെ തർബിയത്ത് ചെയ്ത്, അവരെ തസ്കിയത്ത് ചെയ്ത് നന്മയുടെ വഴിയിലേക്ക് ഈ മക്കളെ ആക്കിയെടുക്കാനുള്ള അധ്വാനം. ഇതിൻ്റെ ഇടയ്ക്കൊരു ഉസ്താദ് ദർസലനിപ്പിച്ച്, അപ്പൊ അയാളോട് കേട്ടപ്പോൾ അയാൾ ചൊല്ലി, എനിക്ക് ലക്ഷക്കട്ടൽ ആൾക്കാർക്ക് പഠിപ്പിക്കുന്ന പഠിപ്പുണ്ടോ, ആയെങ്കും ഇപ്പുറത്തെ പിള്ളേരെ മാനേജ് ആക്കുന്ന പഠിപ്പ് ഞങ്ങൾക്ക് സാധ്യതയില്ല, അളക്കിട്ട് പോയാണ് എന്തില്ല. അപ്പോ വലിയ ദർസ് നിലമന ചെറിയ വിഷയമല്ല, വലിയ അധ്വാനമാണ്, വലിയ ത്യാഗമാണ്. ഓദിക്കാനല്ല ത്യാഗം, ഓദിക്കാൻ ത്യാഗമില്ല. ഇവരെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോയി അല്ലെ. ഇപ്പെല്ലാം അല്ലെങ്കിലും പണ്ടല്ല എങ്ങനെയായിരുന്നു, ഏറ്റവും കുരുത്തക്കെട്ടന് ദർസിലെ ഇതിനെല്ലാം സഹിക്കുന്ന ഉസ്താദ്, ഉമ്മയെക്കാട്ടിയും ക്ഷമയുള്ള ഉസ്താദ്, ഉപ്പയെക്കാട്ടിയും ക്ഷമയുള്ള ഉസ്താദ്, ഇവരെ ഒരു വഴിയിലേക്ക് ആക്കിയെടുക്കണമെന്ന നീയത്തോടുകൂടെ അധ്വാനിക്കുന്ന ഉസ്താദുമാർ, അവർ ചെയ്യുന്ന ത്യാഗം ചെറുതല്ല വലുതാണ്. ഒരാള് നന്നായ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ, ഒരാള് നന്നായ ദുനിയാവിനെ കാട്ടിയും അതിലുള്ള എല്ലാത്തിനെ കാട്ടിയും ഖൈറാണെന്ന് മുത്തു റസൂലുള്ളാഹ്. ദർസ് പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, മദ്രസ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, അവർ ചെയ്യുന്ന ത്യാഗം, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല പണിയെടുക്കുന്നവർ ഖൈറായ ആളുകൾ ആരാണ്? ഉസ്താദുമാരാണ്. അതുകൊണ്ട് ഉസ്താദുമാരെ ബഹുമാനിക്കണം. നമ്മുടെ മക്കളെ ഉസ്താദുമാരെ ബഹുമാനിക്കണം. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരെ ബഹുമാനിക്കണം. പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ ഉണ്ടാക്കിയെടുക്കുന്ന മുദരിസുമാർ, ദർസ് പഠിപ്പിച്ചു കൊടുക്കുന്ന പള്ളിയിലെ മുത്തഅല്ലിമീങ്ങൾക്ക് ഓദിച്ചു കൊടുക്കുന്ന ഉസ്താദുമാർ, അവരുടെ ത്യാഗം അത് വലിയ ത്യാഗമാണ്. പഠിക്കുന്ന മക്കളും ആ ത്യാഗം കണ്ടറിഞ്ഞ് ബഹുമാനം കൊടുക്കണം. അവരുടെ ഉമ്മയും ഉപ്പയും ഉസ്താദുമാരെ ബഹുമാനിക്കണം. നാട്ടുകാർ നമ്മ വിചാരിക്കരുത് അങ്ങ പഠിച്ചിട്ട് ഞങ്ങൾക്കെന്ത് കിട്ടുകൊണ്ടു, ഇതാണ് ചില ചോദ്യം. അല്ല, അവര് പഠിച്ചിട്ട് നമുക്ക് കിട്ടാൻ ഒരുപാടുണ്ട്. അവർ ചെയ്യുന്ന ദ്വാകൾ നമുക്ക് അനുഗ്രഹമാണ്. പള്ളിക്കാട്ടിൽ കിടക്കുന്ന ഖബറാളികൾക്ക് അവരുടെ ഓത്ത് അനുഗ്രഹമാണ്. പള്ളി ദർസ് എന്നുള്ളത് നാട്ടിലേക്ക് ബറക്കത്താണ്, കാവലാണ്. ഖബറാളികൾക്ക് സന്തോഷമാണ്, സമാധാനമാണ്. വലിയ വലിയ റഹ്മത്ത് ഖബറാളികൾക്ക് കിട്ടാൻ പള്ളി ദർസുകൾ കാരണമാണ്, മുത്തഅല്ലിമീങ്ങൾ കാരണമാണ്, അവരുടെ ഓത്തുകൾ കാരണമാണ്. ചിലപ്പോൾ അവർ ഉപദ്രവങ്ങളാക്കിയേക്കാം, കുരുത്തക്കേടാക്കിയേക്കാം. ഇത് ഇന്നിന്നലെയല്ല, പണ്ടേ ഉണ്ടായിട്ടുണ്ട് അങ്ങനെല്ലാം പല കുരുത്തക്കേടുകളൊക്കെ അല്ലേ.
അതൊക്കെ ക്ഷമിക്കണം, അതിലൊക്കെ സഹകരിക്കണം. പള്ളി ദർസുകൾ ഖിയാമത്ത് നാൾ വരെ നിലനിന്നിട്ട് പോകണം. അത് വലിയ റഹ്മത്താണ്, ബറക്കത്താണ്. അള്ളാഹു ഉസ്താദിന്റെ ദർസ് ഖിയാമത്ത് നാൾ വരെ ഉസ്താദിന് ഇൽമിന് സേവനം ചെയ്യാൻ, പരിശുദ്ധ സമസ്തക്ക് സേവനം ചെയ്യാൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ത്യാഗം ചെയ്യാൻ ഉസ്താദിനും കുടുംബത്തിനും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. മക്കളെയൊക്കെ നല്ല രൂപത്തിൽ വളർത്തുക. മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ചോദിച്ചെല്ലാം കൊടുക്കാന്നല്ല, ആവശ്യമുള്ളത് കൊടുക്കുക. ഇന്ന് പല മക്കളുടെയും കണ്ണിന് ക്യാൻസറാണ്. നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്ക്, സെർച്ച് ചെയ്ത് നോക്ക്. ആരോഗ്യ സംഘടന റിപ്പോർട്ടാണ്. പല മക്കളുടെയും കഴുത്തിന് തകരാറാണ്. ശരി, ചോറ് വന്നാ അല്ല ആയി, സമാധാനം. എരിവ് എപ്പോൾ വേണമെന്ന് നിർത്താം. സീർണി നല്ലതാണ്. ഒരു കെട്ട് തന്നവർ ഒരേ കെട്ട് വേങ്ങണോ, രണ്ടെടുക്കോ തീരാ. അള്ളാഹു ബറക്കത്താകട്ടെ. രണ്ട് തന്നവർ രണ്ടെടുത്തോളി. അള്ളാഹു ബറക്കത്താകട്ടെ. മക്കളെ നല്ല നിർത്താം, ഒരു 10 മിനിറ്റ് കൊണ്ട് നിർത്താം ഇൻഷാ അല്ലാഹ്. മക്കളെ നല്ല വഴിക്ക് വളർത്തുക. നല്ല വഴി ദീനിന്റെ വഴിയാണ്. മദ്രസക്ക് വലിയ വിലയില്ല ഇപ്പോൾ ഉമ്മാന്റെ ഉപ്പാന്റെ അടുത്തെല്ലാം. സ്കൂള് ഭയങ്കരമായ വേണ്ടാന്നല്ല, പഠിക്കണം. നമ്മുടെ മക്കൾ ഡോക്ടർമാരാകണം, അഡ്വക്കറ്റുമാരാകണം, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാകണം, IAS IPS ഒക്കെ ഉന്നതങ്ങളായ സ്ഥാനങ്ങൾ എന്തെല്ലാം ഒക്കെ പഠിക്കണം. അതിൻ്റെ കൂടെ ദീനില്ലാത്ത മക്കളാവരുത്, ഉമ്മാനെ ഉപ്പാനും തിരിച്ചറിയാത്ത മക്കളാവരുത്, കഞ്ചാവിൻ്റെ മക്കളാവരുത്. ചെറിയ മക്കൾ പോലും ഇന്ന് ലഹരിയുടെ കഞ്ചാവിൻ്റെ മക്കളാകുന്നു. ഉമ്മാര് ശ്രദ്ധിക്കണം, ഉപ്പാര് ശ്രദ്ധിക്കണം. മൊബൈലിന് അടിമപ്പെട്ടുകൊണ്ട്, സോഷ്യൽ മീഡിയ അടിമപ്പെട്ടുകൊണ്ട് എത്ര കേസുകളാണ്. അന്യ സമുദായത്തിൽപ്പെട്ടവരെയും സ്നേഹിക്കുന്നു. ക്ലാസ്മേറ്റ് അല്ലേ, കൂടെ ഫ്രണ്ട്ഷിപ്പെല്ലാം ഭയങ്കര കൂടി, പരിധി വിട്ട ഫ്രണ്ട്ഷിപ്പായി പോയി. ഫ്രണ്ട്ഷിപ്പുകളൊക്കെ കൂടി വന്നു. അതൊക്കെ കൂടി വന്നിട്ട് വലിയ ആഫത്തായി, മുസീബത്തായി. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിലെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. ഫ്രണ്ട്ഷിപ്പുകൾ അതിര് വിട്ട് കടന്നു പോകാൻ പാടില്ല. അതിര് വിട്ട് കടന്ന ഫ്രണ്ട്ഷിപ്പാകാൻ പാടില്ല. അതിര് വിട്ട് കടന്ന ഫ്രണ്ട്ഷിപ്പുകൾ ആഫത്തിന് കാരണമാകുന്നു, ഇടങ്ങേറിന് കാരണമാകുന്നു, ഷർറുകൾക്ക് കാരണമാകുന്നു. അതുകൊണ്ട് എന്ത് സൂക്ഷിക്കണമെന്നോ, നല്ല രൂപത്തിലുള്ള ജാഗ്രതകൾ മക്കളെ പോറ്റി വളർത്തുന്ന സമയത്ത് നമുക്കുണ്ടാകണം. മക്കൾ വഴിതെറ്റാൻ പാടില്ല, മക്കൾ കള്ളിനടിമപ്പെട്ടു പോകാൻ പാടില്ല, മക്കൾ വഴിതെറ്റിയ മക്കളാകാൻ പാടില്ല. മക്കൾ നല്ല ജാഗ്രതയുടെ മക്കളാകണം, മക്കൾ നല്ല സന്തോഷത്തിൻ്റെ മക്കളാകണം. മഹാന്മാരെങ്ങനെയാണ് മക്കളെ പോറ്റി വളർത്തിയതെന്നോ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ആ ഉമ്മാനെ കണ്ടോ? രാവിലെ ബാങ്കായ ഉടനെ സുബഹി നിസ്കരിച്ചു കൊണ്ടിട്ട് മഹാനായ പൊന്നുമോനെ കയ്യിൽ പിടിച്ചു കൊണ്ടിട്ട് പള്ളിന്റെ അടുത്ത് വന്ന് മരത്തിന്റെ ചോട്ടിൽ ഒളിച്ചിരുന്ന് പൊന്നുമോനെ സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കൊണ്ടുപോയിരുന്ന ഉമ്മ. ഇങ്ങനെയാണ് മക്കൾക്ക് നിസ്കാരം ശീലമാക്കണം, ഖുർആനോത്ത് ശീലമാക്കണം, അദബ് പഠിപ്പിച്ചു കൊടുക്കണം, റെസ്പെക്റ്റ് ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കണം. അല്ലേ? 40 മിനിറ്റാണ് ക്ലാസ്സിൻ്റെ സമയം. അതാകുമ്പോൾ പിന്നെ മടുക്കാൻ തുടങ്ങും. അതിൻ്റെ ക്ലാസ്സിൻ്റെ മെത്തേഡ് അങ്ങനെയാണ്. 40 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം നിർത്താം. ഇനി കുറേ ബുദ്ധിമുട്ടുണ്ട, ശീലം വന്ന് നമുക്ക് വേഗം നിർത്താം. അപ്പോൾ മക്കൾക്ക് നല്ല ബഹുമാനം, ഉസ്താദന്മാരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക, മുസാഫഹത്ത് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക, സലാം പറയാൻ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നന്മകൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ മക്കൾ നന്മയുടെ മക്കളാകണം, നമ്മുടെ മക്കൾ അനുസരണയുള്ള മക്കളാകണം, നമ്മുടെ മക്കൾ നമ്മെ കേൾക്കുന്ന മക്കളാകണം, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ നിൽക്കുന്ന മക്കളാകണം, നമ്മുടെ മക്കൾ നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ദുആരക്കുന്ന മക്കളാകണം, നമ്മെ സ്നേഹിക്കുന്ന മക്കളാകണം, നമ്മുടെ പേരിൽ സ്വതക്ക ചെയ്യുന്ന മക്കളാകണം. ഉമ്മയും ഉപ്പയും അവരിൽ നിന്ന് എന്താണ് മക്കൾ കേൾക്കുന്നത്, കാണുന്നത്, അത് പഠിക്കുന്നവരാണ് നമ്മുടെ മക്കൾ. അതുകൊണ്ട് മക്കളെ കൊണ്ട് സന്തോഷം കിട്ടണം. നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്നത് വലതുൻ സ്വാലിഹുൻ യദഉ ലഹു. ഉമ്മാക്കും ഉപ്പാക്കും
ഉപകാരപ്പെടുന്ന മക്കളുണ്ടല്ലോ, ആ മക്കൾ നമ്മുടെ മക്കളായി തീരണം. അതിന് നമ്മൾ ഇപ്പോഴേ ദ്വാരക്കണം. ധാരാളം മദ്രസ ക്ലാസുകൾ കട്ട് ചെയ്യാതെ മദ്രസയിൽ പോകണം. മക്കളിൽ ഒരാൾ ആലിമോ ഹാഫിളോ ആയി ഉമ്മാക്ക് ഉപ്പാക്ക് മയ്യത്ത് സ്കരിക്കുന്ന മക്കള്, ഉമ്മാനെ ഉപ്പാനെ കുളിപ്പിക്കുന്ന മക്കള്, ദുനിയാവിലും ആഖിറത്തിലും ഗുണം ചെയ്യുന്ന മക്കള്, അങ്ങനെ നമ്മുടെ മക്കളാകണം. അല്ലാഹുവേ